എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇരുട്ടിൻ്റെ രാജാവ്, മരണമില്ലാത്തവൻ, മന്ത്രവാദി എന്നിങ്ങനെ പല പേരുകളിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച അണ്ടർടേക്കറുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇരുട്ട്, പുക, മണിയൊച്ച ഇതെല്ലാം പ്രതീകങ്ങളായിട്ടുള്ള എൻട്രി. കണ്ണുരുട്ടി, നാവ് നീട്ടി, കറുത്ത വസ്ത്രം ധരിച്ച് എതിരാളികൾക്ക് പിന്നിൽ പ്രത്യക്ഷപ്പെടുന്നയാൾ. 80കളുടെ അവസാനത്തിലും 90കളിലും ജനിച്ചവരെ കോരിത്തെരിപ്പിക്കാൻ ഈ ഒരു സീൻ ധാരാളം. റിങ്ങിൽ അയാളുടെ പേര് അണ്ടർടേക്കർ എന്നായിരുന്നു. ലോകമെങ്ങുമുള്ള പ്രേക്ഷകരെ ഭയപ്പെടുത്തുകയും രസിപ്പിക്കുകയും ചെയ്ത അയാൾ. മറ്റൊരു വൻകരയിലിരുന്ന് റെസ്ലിംഗ് റിങ്ങിൽ അണ്ടർടേക്കർ എതിരാളികളെ മലർത്തിയടിക്കുമ്പോൾ ഇങ്ങ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ വരെ അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിച്ചവർ നിരവധി. ഈ പ്രകടനത്തിന് അവസാനം കുറിച്ച് അണ്ടർടേക്കർ റെസ്ലിംഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വാർത്ത തെല്ലൊന്നുമല്ല ആരാധകരെ വേദനിപ്പിച്ചത്. അഭിനയവും റെസ്ലിംഗും കൂടിക്കലർന്ന വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റിലെ മുടിചൂടാ മന്നനായിരുന്നു അണ്ടർടേക്കർ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മാർക്ക് വില്യം കാൽവേ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. 30 വർഷം നീണ്ട കരിയറിൽ 55ാമത്തെ വയസ്സിൽ അവസാനം കുറിക്കുന്ന മാർക്ക് വില്യം കാവലിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ബാസ്കറ്റ് ബോളിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗിലേക്കുള്ള കടന്നുവരവ്. 1965 മെയ് 24 അമേരിക്കയിലെ ടെക്സസിൽ ഫ്രാങ്ക് കോപ്സ്റ്റർ കാവലയുടെയും ബെറ്റി കാതറിൻ ട്രൗബിയുടെയും 5 ആൺമക്കളിൽ ഇളയവനായി ജനനം. സ്കൂൾ കാലത്ത് ബാസ്കറ്റ് ബോളിനോടും ഫുട്ബോളിനോടുമായിരുന്നു കമ്പം. മികച്ച ബാസ്കറ്റ് ബോൾ കളിക്കാരനായിരുന്ന കാൽവേ ടെക്സസിലെ വെസ്ലിയൻ സർവകലാശാലയിൽ നിന്ന് കോളേജ് പഠനം പൂർത്തിയാക്കി. ബാസ്കറ്റ് ബോളിൽ സ്കോളർഷിപ്പോടെയായിരുന്നു ഈ നേട്ടം. കോളേജ് കാലഘട്ടത്തിൽ മിക്സഡ് മാർഷൽ ആർട്സിൽ തോന്നിയ കമ്പമാണ് പ്രൊഫഷണൽ റെസ്ലിംഗിലേക്ക് വഴിതിരിച്ചു വിടുന്നത്. 1987 വേൾഡ് ക്ലാസ് ചാമ്പ്യൻഷിപ്പിലൂടെ തുടക്കമിട്ടെങ്കിലും 1990 WWE അദ്ദേഹം എത്തുന്നത്. മറ്റൊരു പ്രൊഫഷണൽ റെസ്ലറായ ഹൾക് ഹോഗൻ വഴിയായിരുന്നു ഈ എൻട്രി. ആദ്യ മത്സരത്തിൽ പരാജിതനായെങ്കിലും പിന്നീട് കാൽവേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. മാസ്റ്റർ ഓഫ് പെയിൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. തുടർന്ന് വന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അന്നത്തെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ റെസ്ലറായിരുന്ന ജെറി ലവ്ലിയെ പരാജയപ്പെടുത്തി. പിന്നീട് 7 തവണയാണ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് കാവലോ സ്വന്തമാക്കുന്നത്. വാർഷിക ഇവൻ്റായ റെസൽമാനിയയിൽ 1991 മുതൽ 2013 വരെ തുടർച്ചയായിട്ട് 23 വിജയങ്ങൾ അദ്ദേഹം നേടി. അതോടൊപ്പം അദ്ദേഹത്തെ തേടി പല റിംഗ് നെയിമുകളും എത്തി. പ്രൊഫഷണൽ റെസ്ലിംഗിൽ റിംഗ് നെയിമുകൾ സർവ്വസാധാരണമാണ്. പല കാലത്തായി 8ഓളം പേരുകളിലാണ് കാൽവേ റിംഗിലെത്തിയിട്ടുള്ളത്. മാസ്റ്റർ ഓഫ് പെയിൻ, മാർക്കസ് കാലസ്, ദ പണിഷർ, ടെക്സസ് റൈഡ്, കെയ്ൻ ദ അണ്ടർടേക്കർ തുടങ്ങിയവയാണ് അവയിൽ ചിലത്. ഇടി മാത്രമല്ല, മാസ് എൻട്രികളും പഞ്ച് ഡയലോഗുകളും WWE പ്രധാനമായിരുന്നു. അത്തരത്തിൽ ഒരു കംപ്ലീറ്റ് പെർഫോമർ തന്നെയായിരുന്നു അണ്ടർടേക്കർ. 1997 കെയ്ൻ ദ അണ്ടർടേക്കർ എന്ന പേരിൽ WWE സഹോദര റെസ്ലർമാരെ അവതരിപ്പിച്ചു. കഴുത്തിലെ പിടുത്തമായിരുന്നു 2 പേരുടെയും മാസ്റ്റർ പീസ്. പിന്നീട് ഇവർ പിരിഞ്ഞ് പല ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ഇരുട്ടും പുകയും കറുത്ത വസ്ത്രവും ധരിച്ച ശവപ്പെട്ടിയിൽ യാത്ര ചെയ്തുമൊക്കെ അണ്ടർടേക്കർ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. റെസ്റ്റ് ഇൻ പീസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാചകം. ആരാധകർക്കിടയിൽ ഡെഡ് മാൻ എന്നായിരുന്നു അണ്ടർടേക്കർ അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് നിറം പിടിപ്പിച്ച കഥകളും ഇതിനോടൊപ്പം പ്രശസ്തി നേടി. മരണശേഷം തിരിച്ചു വന്നവനാണ് അണ്ടർടേക്കർ, മന്ത്രവാദം അറിയാം എന്നിങ്ങനെ നീളുന്ന കഥകൾ അദ്ദേഹത്തെ വിജയത്തെക്കാൾ ഇവയൊക്കെ പ്രശസ്തനാക്കി. ഇൻ്റർനെറ്റ് സജീവമല്ലായിരുന്ന കാലഘട്ടത്തിൽ ഈ കഥകൾക്ക് വിശ്വസനീയത വളരെ കൂടുതലായിരുന്നു. 90കളിൽ പരിക്കുമൂലം റിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന അണ്ടർടേക്കർക്ക് പകരമായി ബ്രയാൻ ലീ എന്നൊരു അണ്ടർഫേക്കറെ WWEക്ക് കൊണ്ടുവരേണ്ടി വന്നു. എന്നാൽ ഈ ഫേക്കിംഗ് അധികകാലം നീളും മുമ്പേ ഇരുട്ടിൻ്റെ രാജാവായി അണ്ടർടേക്കർ തിരിച്ചെത്തുകയും ആരാധകരെ അമ്പരിപ്പിക്കുകയും ചെയ്തു. കാൽവേ 3 തവണയാണ് വിവാഹിതയായത്. 3 ബന്ധങ്ങളിലായി 4 മക്കളുണ്ട്. 1989 ജോഡി ലിന്നുമായിരുന്നു ആദ്യ വിവാഹം. ഈ ബന്ധത്തിൽ ഒരു മകനാണുള്ളത്. 10 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 2000 ഇവർ വേർപിരിഞ്ഞു. പിന്നീട് സാറ ഫ്രാങ്കിനെ വിവാഹം ചെയ്തു. 2007 അവസാനിച്ച ഈ ബന്ധത്തിൽ 2 പെൺകുട്ടികളുണ്ട്. ഇപ്പോഴത്തെ ഭാര്യ മിഷേൽ മക്കൂർ റെസ്ലിംഗ് താരമാണ്. ഈ ബന്ധത്തിൽ ഒരു മകളാണുള്ളത്. അണ്ടർടേക്കറുടെ മൊത്തം ആസ്തി എന്ന് പറയുന്നത് 17 മില്യൺ ആണ്. വെള്ളിത്തിരയിലേക്ക് അദ്ദേഹം വരുമ്പോൾ
ഹൾക് ഹോഗൻ നായകനായ സബർബൻ കമാൻഡോ എന്ന സിനിമയിൽ വില്ലൻ വേഷം ചെയ്തുകൊണ്ടായിരുന്നു അണ്ടർടേക്കർ സിനിമയിലെത്തിയത്. പിന്നീട് 4ഓളം സിനിമകളിലും ഏതാനും TV സീരീസുകളിലും അദ്ദേഹം അഭിനയിച്ചു. 55-ാം വയസ്സിൽ 25-2 എന്ന നിലയിൽ ഈ വർഷത്തെ റെസൽമേനിയ ജയിച്ചാണ് റിങ്ങിൽ നിന്ന് അണ്ടർടേക്കർ വിട പറയുന്നത്. ലാസ്റ്റ് റൈഡ് എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററി സീരീസ് തന്നെ പുറത്തിറക്കിയാണ് ഇതിഹാസ താരത്തെ WWE യാത്രയാക്കിയത്. എന്നാൽ മരിച്ചിട്ടും തിരിച്ചു വന്ന അണ്ടർടേക്കർ വീണ്ടും റിങ്ങിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വെറുതെ വന്ന് വേഗം പോകുന്ന നിരവധി റെസ്ലർമാർ WWE ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 30 വർഷം ആരാധകരെ രസിപ്പിച്ച കാവലിയുടെ വിടപറച്ചിൽ അങ്ങനെയല്ല. WWE ഒരു കാലഘട്ടത്തെയാണ് അവസാനിപ്പിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ഇത്തരത്തിൽ ആനുകാലികരമായ വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.